السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ഹജ്ജ്, അതിലെ ബാബു ഫസ്ഖിൽ ഹജ്ജ് ഇലൽ ഉംറ, ഹജ്ജിന് ഉംറയിലേക്ക് നിയത്താക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഈ അധ്യായത്തിലെ 3 ഹദീസുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന് വേണ്ടി നിയത്ത് വെച്ചിട്ട് അത് ഉംറയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളുള്ളൂ. അതുകൊണ്ട് തന്നെ ശാരിഹ്യങ്ങളിൽ ചിലർ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ അധ്യായത്തോടൊപ്പം മറ്റ് അധ്യായത്തിൽ നൽകിയതുപോലെ ബാബു ഫസ്ഖിൽ ഹജ്ജി ഇലൽ ഉംറ വഗൈരിഹി എന്ന് കൊടുത്താൽ നന്നായിരിക്കും. അതായത് അതോടൊപ്പം മറ്റ് ചില ഹദീസുകളും ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന കാരണത്താൽ അങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഈ അധ്യായം മുഴുവനും ഒരൊറ്റ വിഷയം മാത്രമല്ല പറയുന്നത്. ഒന്നാമത്തെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലേക്ക് പുറപ്പെട്ടതിന് ശേഷം അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ ഉംറയാക്കുക, തമത്തുഇന്റെ ഹജ്ജ് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. സമാനമായ ഹദീസാണ് രണ്ടാമത്തെ ഹദീസ്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖദിംനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നഖൂലു ലബ്ബൈക ബിൽ ഹജ്ജ് ഫഅമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅൽനാഹാ ഉംറ. വളരെ വ്യക്തമായി അദ്ദേഹം ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടിനോട് യോജിക്കുന്ന കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖദിംന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിലേക്ക് എത്തി. അതായത് ഹജ്ജത്തുൽ വദാഇൽ, ഹിജ്റ 10ാമത്തെ വർഷമുള്ള ഹജ്ജത്തുൽ വദാഇൽ ആണ് ഇത് സംഭവം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് ഒരേ ഒരു വർഷം മാത്രമാണ്. അപ്പോൾ ആ ഹജ്ജിലുള്ള സംഭവമാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വനഹ്നു നഖൂൽ, ഞങ്ങൾ പറഞ്ഞത് ലബ്ബൈക ബിൽ ഹജ്ജ്, ലബ്ബൈക ബിൽ ഹജ്ജ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, നമ്മൾ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നോ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നോ, ഇനി രണ്ടും കൂടിയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ വ ഹജ്ജ, ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു തൽബിയത്ത് നമ്മൾ ചൊല്ലി പറയും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നാണ് പറയുക. കാരണം നമ്മൾ ഉംറയാണ് ആദ്യം നിർവഹിക്കുക. ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് പിന്നീട് ദുൽഹിജ്ജ 8-ന് അവരവരുടെ വീടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാം കെട്ടുക. അപ്പോൾ അവിടെ നിന്നാണ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയാം. എന്നാൽ ഇവരിൽ പലരും, അതായത് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, നഹ്നു എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല. കാരണം സഹാബികൾ എല്ലാവരും ഒരേ തൽബിയത്തല്ല ചൊല്ലിയത്, മറിച്ച് അതിൽ ചിലർ ഖാരിനായി, അതായത് ഉംറയും ഹജ്ജും ഒരുമിച്ച് തന്നെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറത്തൻ വ ഹജ്ജ എന്ന് ഖാരിനായി രണ്ടും ഉംറയും ഹജ്ജും ഒരുമിച്ച് തന്നെ നിയത്താക്കിയ ആളുകളും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു ഭൂരിപക്ഷം സഹാബികളെ കുറിച്ചിട്ടാണ്. വനഹ്നു നഖൂൽ ലബ്ബൈക ബിൽ ഹജ്ജ്, ഞങ്ങൾ ലബ്ബൈക ബിൽ ഹജ്ജ് എന്നാണ് പറഞ്ഞത്. ഫഅമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅൽനാഹ ഉംറ. അതായത് അദ്ദേഹം ചുരുക്കി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഞങ്ങളോട് എന്ത് ചെയ്തു? അത് ഒഴിവാകാൻ, തഹല്ലുലാകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഉംറയാക്കി മാറ്റി എന്നാണ്. അപ്പം അങ്ങനെ ഉംറയാക്കാം എന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് ഈ ഹദീസ് സഹോദരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. 2 ഫായിദയാണ് ഇതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തത്. മശ്റൂഇയ്യത്തു തസ്മിയത്തി അന്നുസുക് മിൻ ഹജ്ജിൻ ഔ ഉംറ ഫി തൽബിയ, തൽബിയത്തിൽ ഹജ്ജാണോ ഉംറയാണോ എന്താണോ നമ്മുടെ ആരാധന കർമ്മം എന്നുള്ളത്, അതിന് പേര് പറയാമെന്നുള്ളത് ശർആക്കപ്പെട്ടതാണ്, അത് ദീനിൽ ഉള്ളതാണ്. അതായത് ഉംറയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം, ഹജ്ജാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഉംറയും ഹജ്ജുമാണെങ്കിൽ അങ്ങനെ പറയാം. അത് ഉള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്. 2 ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ്. മശ്റൂഇയ്യത്തു ഫസ്ഖിൽ ഹജ്ജ് ഇലൽ ഉംറ ലിയസീറ മുതമത്തിഅൻ ഇല്ല അൻ യസൂഖൽ ഹദി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരാൾ ഉംറയുടെ നിയത്താക്കി മാറ്റാം, ഹജ്ജ് ഉംറയുടെ നിയത്തിലേക്ക് മാറ്റാം. പക്ഷേ ഇല്ല അൻ യസൂഖൽ ഹദി, ഒരാൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ, മീഖാത്തിൽ നിന്ന് തന്നെ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ പറഞ്ഞു, അതുപോലെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മറ്റു ചില സഹാബികൾ, അതായത് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടില്ല?
അവരൊന്നും തഹല്ലുലായിട്ടില്ല. കാരണം അവർ ബലിമൃഗത്തെ കൊണ്ടുവന്നവരാണ്. ബലിമൃഗത്തെ പുറത്തു നിന്ന് കൊണ്ടുവന്നവർക്ക് ആ നിയമം പാടില്ല എന്ന കാരണത്താൽ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അതല്ല എങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതിനാണ് ഈ ഹദീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു صبيحة رابعة مهلين بالحج فأمرهم أن يجعلوها عمرة فقالوا يا رسول الله أي الحل قال الحل كله. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, സമാനമായ കാര്യം ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമായി, വഅസ്ഹാബുഹു സഹാബത്തും, ഒപ്പം സഹാബത്തും, സബീഹത റാബിഅ 4-ന്റെ അന്ന്, ദുൽഹിജ്ജ 4-ന്റെ അന്നാണ് അവർ മക്കത്തെത്തുന്നത്. ദുൽഹിജ്ജ 4-ന്റെ അന്ന് രാവിലെയാണ് അവർ മക്കത്തെത്തുന്നത്. മുഹില്ലീന ബിൽ ഹജ്ജ്, അഥവാ അവർ മുഹില്ലീന അഹല്ല എന്നുകൊണ്ടിരിക്കുന്ന അഹല്ല ബി തൽബിയ, തൽബിയത്ത് അവർ ഹജ്ജ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ് എന്ന് പറഞ്ഞവരായിക്കൊണ്ടാണ് അവർ മക്കത്തെത്തിയത്. ഫഅമറഹും അയ്യജ്അലുഹ ഉംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് ഉംറയാക്കി മാറ്റാൻ കൽപ്പിക്കുകയുണ്ടായി. ഫഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അയ്യുൽ ഹൽ, ഏത് ഹെല്ലാണ് ഞങ്ങൾക്ക് കിട്ടുക? അഥവാ ഉംറയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മഹ്ലൂറാത്തുൽ ഇഹ്റാം ഉണ്ട്, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹജ്ജിന് നമ്മൾ പൂർണ്ണരൂപം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഹജ്ജിന് 2 രൂപത്തിലുള്ള തഹല്ലുലുണ്ട്. തഹല്ലുലുൽ അവൽ എന്ന് പറയുന്നത് ദുൽഹിജ്ജ 10-ന്റെ അന്ന് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ, തഹല്ലുലുൽ അവലായാൽ ഭാര്യ ഭർത്ത് ബന്ധം ഒഴികെയുള്ള ബാക്കിയെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അറവ് നടത്തി, മിനയിൽ പോയി കല്ലെറിഞ്ഞ് അറവ് നടത്തി ഒരാൾക്ക് ഭാര്യ ഭർത്ത് ബന്ധം ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് തവാഫും കൂടി കഴിയുമ്പോഴാണ് അയാൾക്ക് പൂർണ്ണമായ എന്ത് കിട്ടുന്നത്? പൂർണ്ണമായ തഹല്ലുല് കിട്ടുന്നത്, തഹല്ലുൽ സാനി കിട്ടുന്നത്. അപ്പം ഇതിലേതാണ് നമുക്ക് കിട്ടുക എന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹല്ലു കുല്ലു, കാരണം ഇവിടെ ഇപ്പോൾ ഉംറ കഴിഞ്ഞ് നിങ്ങൾ തഹല്ലുലാകുകയാണ്, മുടി വെട്ടിക്കൊണ്ട് തഹല്ലുലാകുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഹല്ല് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഇതിലും ഫവായിദായിട്ട് കൊടുത്തത് മശ്റൂഇയത്തു ഫസ്ഖിൽ ഹജ്ജി നിയത്തുൽ ഹജ്ജി ഇലൽ ഉംറ ലിയസീറ മുതമത്തിഅൻ, തമത്തുഇന്റെ രീതി സ്വീകരിക്കാൻ, അഥവാ ഉംറക്ക് നിയത്ത് വെച്ച് ഉംറ തഹല്ലുലായി പിന്നീട് ഹജ്ജിന് നിയത്ത് വെക്കുന്ന രീതി, തമത്തുഇന്റെ രീതി സ്വീകരിക്കൽ അത് അനുവദനീയമാണ്. അതുപോലെ അന്നഹാദൽ ഫസ്ഖ യതഹല്ലലു ഫീഹി ബിൽ ഉംറതി തഹല്ലുലൻ കാമിലൻ, അങ്ങനെ ഒരാൾ തഹല്ലുലായാൽ പൂർണ്ണമായ തഹല്ലുൽ തന്നെയാണ് സംഭവിക്കുക. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളെക്കുറിച്ച് അയാൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഉംറ കഴിഞ്ഞ് തഹല്ലുലാകാം, പിന്നീട് അയാൾ ഇഹ്റാമിലല്ല, പിന്നീട് ദുൽഹിജ്ജ 8 വരെ അയാൾ സാധാരണ ഗതിയിലുള്ളൊരു മക്കയിലുള്ള ആൾ ജീവിക്കുന്നത് പോലെ തന്നെ അയാൾക്ക് ജീവിക്കാവുന്നതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു ഫായിദായി കൊടുത്തു, അന്ന തഹല്ലുല നൗആൻ, തഹല്ലുൽ 2 രൂപത്തിലുണ്ട്. കാമിലുൻ യുബീഹു ജമീഅ മഹ്ദൂറാത്തിൽ ഇഹ്റാം വനാഖിസുൻ യുബീഹു അൽ മഹ്ദൂറാത്തി സിവൻ നിസ, 2 രൂപത്തിലാണ്. ഒന്ന് പൂർണ്ണമായി തഹല്ലുൽ സാനി, എല്ലാ കാര്യങ്ങളും അനുവദനീയമാകുന്ന തഹല്ലുലുണ്ട്. രണ്ടാമത്തേത് അത് സ്ത്രീ ഒഴികെ, അത് ഭാര്യ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുവദനീയമാകുന്നത്, അഥവാ വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, മുടി കളയുക പോലെയുള്ള കാര്യങ്ങളെല്ലാം അനുവദനീയമാകുന്ന കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഫായിദ മശ്റൂഇയത്തു സുആലി അനി ശൈഇൽ മുജ്മൽ ലിയതഅത്തം ഇംതിസാലുഹു, അതായത് ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തഹല്ലുലായി എന്ന് പറയുമ്പോൾ അത് മുജ്മലായിട്ടാണ്. അപ്പോൾ സഹാബികൾക്കത് എന്ത് തഹല്ലുലാണ് എന്നുള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരത് ചോദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം പൂർണ്ണമായി മൊത്തത്തിലാണ് ഒരാൾ പറഞ്ഞത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ചോദിക്കാം. അതേതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അതാണ് ഈ ഹദീസിൽ വന്ന ഫായിദ. ഈ ബാബിൽ വരുന്ന അടുത്ത ഹദീസ് അൻ ഉർവത്ത് ബിൻ സുബൈർ ഖാൽ സുഇല ഉസാമത്ത് ബിൻ സെയ്ദിൻ വഅന ജാലിസ് كيف كان رسول الله صلى الله عليه وسلم يسير حين دفع قال كان يسير العنق فإذا وجد فجوة نصا. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൽ യാത്ര ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അഥവാ ഹജ്ജിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത ഒട്ടകം അതെത്ര വേഗത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സഹോദരങ്ങളെ ചോദിക്കുന്നത്. ഈ സഹാബിയായ
ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലിരുന്നു കൊണ്ട് ഈ ഹദീസ് സഹാബിയിൽ നിന്നും കേട്ടത് മഹാനായ താബിഈ ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുള്ളയാണ്. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ? ഉർവത്ത് ബിൻ സുബൈർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുടെ മകനാണ്. അഥവാ ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം അൽ ഖുറശി അൽ അസദി, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ആര്? ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം അൽ ഖുറശി അൽ അസദി. അദ്ദേഹം വലിയ മഹാനായ താബിഈയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പുകഴ്ത്തപ്പെട്ട ഒരു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൽമ് വളരെ വിശാലമാണ്. മദീനയിലുള്ള 7 മുഫ്തിമാരിൽ അഥവാ മഹാന്മാരായ അൽ ഫുഖഹാ സബ്അ എന്നറിയപ്പെടുന്ന മദീനയിലെ 7 ഫുഖഹാക്കളിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ ആര്? ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ല. ബാക്കിയുള്ള 7 ആളുകൾ വളരെ പ്രസിദ്ധരായ സഈദ് ബിൻ മുസൈബ് റഹിമഹുല്ല, അതുപോലെ ഉർവത്ത് ബിൻ സുബൈർ, രണ്ടാമത്തെ ആൾ അൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകനായ മുഹമ്മദിൻ്റെ മകൻ അൽ ഖാസിം, മൂന്നാമത്തെ ആള് അതാണ്. അതുപോലെ ഖാരിജത്ത് ബിൻ സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുതുന്നതിൽ ഒരാളായിരുന്നു, മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഖാരിജ റഹിമഹുല്ല. അഞ്ചാമത്തെ ആൾ അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിഷാം റഹിമഹുല്ല. ആറാമത്തെ ആൾ സുലൈമാൻ ബിൻ യസാർ. ഏഴാമത്തെ ആൾ ഉബൈദുല്ലാ ബിൻ അബ്ദുല്ലാ ബിൻ അതബ ബിൻ മസ്ഊദ് റഹിമഹുമുല്ലാ. ഇവരൊക്കെയാണ് 7 മദീനയിലെ ഫുഖഹാക്കൾ എന്നറിയപ്പെടുന്ന മദീനയിലെ ഏറ്റവും വലിയ ഇൽമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ താബിഈങ്ങളായ മഹാന്മാരായ ഈ പണ്ഡിതന്മാർ. ഇവിടെ ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലയുടെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിനൊരിക്കൽ ഒരു രോഗം ബാധിക്കുകയുണ്ടായി. അക്കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാംസത്തെ അത് ഭക്ഷിച്ചുകൊണ്ട് അതങ്ങനെ കാലിങ്ങനെ ഇറച്ചിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അത് വളരെ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് അത് ബാധിക്കുകയും അത് ഏകദേശം കണങ്കാലിൻ്റെ പകുതിയോളം ആ രോഗം ബാധിക്കുകയും അങ്ങനെ ഇറച്ചി അങ്ങനെ തിന്നപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളിത് മുറിച്ചിട്ടില്ല എങ്കിൽ ഇത് കാലിന് മുഴുവൻ ബാധിക്കും, ചിലപ്പോൾ ശരീരം മുഴുവൻ ബാധിക്കാൻ കാരണമാകും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അവസാനം അത് മുറിക്കാമെന്നുള്ള കാര്യത്തിന് സമ്മതിച്ചു. അങ്ങനെ അവർ അതിനു വേണ്ടിയിട്ട് മുറിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മയക്കുന്ന മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബുദ്ധിയെ ഇതാക്കുന്ന ഒരു മരുന്ന് ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കാല് മുറിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ആ സമയത്ത് എനിക്ക് യാതൊരു പ്രയാസം അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ താബിഈ അദ്ദേഹം എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ആ സമയത്താണ് ഡോക്ടർമാർ വന്നിട്ട് കാലിൻ്റെ പകുതി അത് മുറിച്ചു കളഞ്ഞത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒന്ന് നിലവിളിക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് വിറക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പം അത്രയും അവർ നിസ്കാരത്തിൽ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു ഖുശൂ അവർക്കുണ്ടായിരുന്നു, നിസ്കാരത്തിൽ ശ്രദ്ധ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കിത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്ന് ചരിത്രത്തിൽ പറയപ്പെട്ട ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ തർജുമയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അദ്ദേഹം പറയാണ്, സുഇല ഉസാമത്ത് ബിൻ സെയ്ദ് വ അന ജാലിസ്. ഒരിക്കൽ ഉസാമത്ത് ബിൻ സെയ്ദ് സഹാബിയാണ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ആരാണ് ചോദിച്ചത് എന്ന് പറയുന്നില്ല, പക്ഷേ വ അന ജാലിസ്, ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിവായത്തിനെ ഒന്ന് ഉറപ്പുവരുത്തുന്ന വാക്കുകളാണത്. ഞാൻ അവിടെ തന്നെ ഇരുന്ന് കേട്ടതാണ്, അത് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്താണ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത്? കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഹീന ദഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് യാത്ര ചെയ്തത്? ഹീന ദഫ അഥവാ ദഫ മിൻ അറഫ ഇല മുസ്ദലിഫ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹം പറഞ്ഞു, കാന യസീറു അൽ അനഖ് ഫഇദാ വജദ ഫജ്വതൻ നസ്. കാന യസീറു അൽ അനഖ്. അൽ അനഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻബിസാത്തു സിർ, ഒരു അല്പം വേഗതയിൽ പോകുക എന്നുള്ളതാണ്. വളരെ പതുക്കനെയല്ല, എന്നാൽ വലിയ സ്പീഡിലുമല്ല. ഒട്ടകത്തിൻ്റെ ആ തല അനങ്ങുന്ന ആ ഒരു ഭാഗം, അതാണ് കാന യസീറുൽ അനഖ് എന്ന് പറയുന്നത്. ഒട്ടകത്തിൻ്റെ തല അനങ്ങാൻ മാത്രമുള്ള ആ ഒരു വേഗത്തിലാണ് പോയിരുന്നത്. എന്നാൽ ഫഇദാ വജദ ഫജ്വതൻ നസ്സ.
ഫജുവത്തൻ നസ്സ, അവിടെ ഒരു വിശാലത കിട്ടുക കഴിഞ്ഞാൽ, അതായത് മുന്നിൽ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ നസ്സ എന്ന് പറഞ്ഞാൽ ഫൗക്കദാലി, അതിനേക്കാളും സ്പീഡിൽ പോകുമായിരുന്നു. അത് ഒഴിവുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വേഗത്തിൽ സഞ്ചരിച്ചിരുന്നു, തിരക്കുള്ള സമയത്ത് വളരെ പതുക്കെയുമായിരുന്നു സഞ്ചരിച്ചത് എന്നാണ് യാത്രയെക്കുറിച്ച് പറഞ്ഞത്. സഹാബികൾ അതുപോലെ താബിഈങ്ങളൊക്കെ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും അന്വേഷിച്ചു മനസ്സിലാക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് ഹജ്ജിൻ്റെ വേളയിലുള്ള യാത്രകൾ പോലും എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതുപോലെ പോകാം എന്നുള്ള ചിന്തയിലാണ് അവർ പരസ്പരം ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിലുള്ള ഫവായിദ്: മശ്റൂഇയത്തു അദ്ദഫ്ഇ മിൻ അറഫ ബിസൈരിൻ ലൈസ ബിൽ ബതീഇ വല സരിയ ഇല്ലാ ഫിൽ മുത്തസിഅ ഫയുസ്രിഅ. അറഫയിൽ നിന്നും ഒരാൾ മുസ്ദലിഫയിലേക്ക് പോകുന്ന സമയത്ത് വളരെ പതുക്കനെയുമല്ല എന്നാൽ ഒരുപാട് സ്പീഡിലുമല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇല്ലാ ഫിൽ മുത്തസിഅ ഫയുസ്രിഅ. നമുക്കൊരു വിശാലത കിട്ടാൽ, റോഡ് കാലിയായാൽ കുറച്ച് സ്പീഡിൽ പോകാം എന്നത് തെളിവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടായിരിക്കുകയില്ല നമ്മൾ പോവുക. നമ്മൾ വാഹനത്തിലൊക്കെയാണ് ആളുകൾ പോകാറുള്ളത്, ബസ്സിൽ പോകും, നടന്നു പോകുന്നവരുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് വാഹനം ഓടിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്കിത് ചെയ്യാം. രണ്ടാമത്തത് ഹിർസു സലഫ് റളിയല്ലാഹു അൻഹും അലാ മഅരിഫത്തി അമാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയത്തബിഉ ഫി ദാലിക്. സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അമലുകളെക്കുറിച്ച് കൃത്യമായി ചോദിച്ചറിഞ്ഞിരുന്നു, അത് പിൻപറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. 3 ദിക്റു മാ യദുല്ലു അല തഅക്കുദി മിനൽ ഖബർ ലിഖൗലി ഉർവ വ അന ജാലിസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആ ഖബർ, പറഞ്ഞ കാര്യം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഉപോത്ഭകമായ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉദ്ധരിക്കുക എന്ന് പറയുന്നത് അതെന്താണ്, അത് നല്ലതാണ്. കാരണം ഉർവ ഇബ്നു സുബൈർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അന ജാലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസാമ റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് അന്ന മിൻ ഹുസ്നി തഅല്ലുമി അൻ യുവജ്ജഹ അസ്സുആലു ഇല അഖ്റബിൻ നാസി ഇൽമൻ ബിഹി വ ഇഹാതതൻ. അതായത് പഠിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗത്തിൽപ്പെട്ടതാണ് നന്നായി അറിയുന്ന ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ആളുകൾ ചോദിച്ചത്. അത് നല്ല രീതിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ ഫി ഹജ്ജത്തുൽ വദാ ഫജഅലു യസ്അലൂന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഫജഅലു യസ്അലൂന, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ മസ്അലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ എന്ത് ചെയ്യാണ്, ഫത്വ ചോദിക്കുകയാണ്, അതുമായി അതിൻ്റെ മതവിധി ചോദിക്കുകയാണ്. ഫഖാല റജുലൻ, ഒരു വ്യക്തി പറഞ്ഞു. ആരാണ് വ്യക്തി എന്ന് ഇവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, ലം അശ്ഉർ ഫഹലഖ്തു ഖബ്ല അൻ നദ്ബഹ്. ലം അശ്ഉർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ മറന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, അങ്ങനെ അറിവില്ലാതെ അല്ലെങ്കിൽ ഞാൻ മറന്നുകൊണ്ട് എന്ത് ചെയ്തു, ഫഹലഖ്തു ഖബ്ല അൻ അദ്ബഹ്, അറവ് നടത്തുന്നതിന് മുമ്പ് തന്നെ തലമുണ്ടനം ഞാൻ ചെയ്തു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ബഹ് വല ഹറജ്, ഇനി അർത്തോളൂ. ഇപ്പം തലമുണ്ടനം കഴിഞ്ഞല്ലോ, ഇനി അർത്തോളൂ, വല ഹറജ്, കുഴപ്പമില്ല. അതായത് അക്രമം തെറ്റിയതിൽ തെറ്റില്ല. വജാഅ ആഖറു ഫഖാൽ, വേറൊരാൾ വന്ന് പറഞ്ഞു, ലം അശ്ഉർ ഫനഹർതു ഖബ്ല അൻ അർമി. വേറൊരാൾ പറഞ്ഞു, ഞാൻ അറവ് നടത്തി ഖബ്ല അൻ അർമി, ഞാൻ ജംറത്തുൽ അഖബയിൽ എറിയുന്നതിന് മുമ്പ് അറവ് നടത്തി എന്ന് പറഞ്ഞു. ഖാല ഇർമി വല ഹറജ്, ഇനി എറിഞ്ഞോളൂ, കുഴപ്പമില്ല. ഫമാ സുഇല യൗമഇദിൻ അൻ ഷൈഇൻ ഖുദ്ദിമ വല ഉഖിർ ഇല്ലാ ഖാൽ ഇഫ്അൽ വല ഹറജ്. അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതൊരു ചോദ്യം അത് പിന്തിപ്പിച്ചതോ അല്ലെങ്കിൽ മുന്തിപ്പിച്ചതോ ആയി വന്ന് ചോദിച്ചാലും അവിടുന്ന് പറഞ്ഞിരുന്നത് ഒരേ കാര്യമാണ്, ഇഫ്അൽ, അത് ചെയ്തോളൂ, വല ഹറജ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഹദീസിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഹുക്മു തർത്തീബി ബൈന അഫ്ആലിൽ ഹജ്ജി യൗമൽ ഈദ്. അതായത് ഈ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം, അതായത് അറഫൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മിനയിലേക്ക് പോകുന്നുണ്ട്. അറഫൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് പോകും, മുസ്ദലിഫയിലേക്ക് പോകും അല്ലെ. മുസ്ദലിഫയിൽ രാത്രി ഉണ്ടാകും, രാത്രി മുസ്ദലിഫയിലേക്ക് ഉറങ്ങും. പിന്നീട് മുസ്ദലിഫയിൽ നിന്നും പിറ്റേന്ന് മിനയിലേക്ക് പോകും. ജംറയിൽ കല്ലെറിയാനും അറവ് നടത്താനും തലമുണ്ടനം ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ മിനയിലേക്ക് ദുൽഹിജ്ജ 10 പോകുന്നുണ്ട്. അപ്പം അന്നേ ദിവസം ഒരുപാട് അമലുകളുണ്ട്. അതിനുശേഷം പിന്നീട് മക്കയിലേക്ക് വന്ന് എന്തുണ്ട്, ഹജ്ജിൻ്റെ തവാഫുണ്ട്, സഈ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് അമലുകളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് ഏതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ഏതാണ് ആദ്യം ചെയ്തത് എന്നുള്ളത് വിഷയമല്ല, അടുത്തത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ള തർത്തീബ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരാൾ മിനയിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് അറവ് നടത്തുകയാണ് വേണ്ടത്. അത് ബലിമൃഗം കൊണ്ടുവന്നവരാണെങ്കിൽ അങ്ങനെ അതെടുത്തിട്ട് അറവ് നടത്തുക, അതല്ലാത്തവർ അവിടുന്ന് വാങ്ങിയിട്ട് അറവ് നടത്തുക. നമ്മൾ പറഞ്ഞു ഇന്ന് അത് ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ടും മറ്റുമൊക്കെയാണ് അത് ചെയ്യുക. ആ അറവിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അത് ചെയ്യുക. മൂന്നാമത് നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്, തല അവിടെ മുണ്ടനം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അവിടെ നമ്മൾ മുണ്ടനം ചെയ്യുക എന്നുള്ളത്, ഒരാൾ മുറിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, രണ്ടാരും അത് ചെയ്യണം എന്ന് പറഞ്ഞു. നാലാമത്തെ കാര്യമാണ് പിന്നീട് മക്കയിലേക്ക് പോയി തവാഫുൽ ഇഫാള അല്ലെങ്കിൽ ഹജ്ജിൻ്റെ തവാഫ് അത് ചെയ്യുക. അഞ്ചാമത്തത് സഈ ചെയ്യുക എന്നുള്ളത്. ഇതാണ് അന്നേ ദിവസം ചെയ്യേണ്ട തർത്തീബ്. എന്നാൽ ഈ തർത്തീബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത് വിഷയമല്ല എന്നുള്ള കാര്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. ചില സമയത്ത് നമുക്ക് ജംറയിൽ കല്ലെറിയുന്നതിന് മുമ്പേ തന്നെ അറവ് നടത്തേണ്ടി വന്നേക്കാം, എന്നല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ തലമുണ്ടനം നടത്തേണ്ടി വന്നേക്കാം. അതേതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം പറഞ്ഞത് ഇഫ് അൽ വല ഹറജ്, ചെയ്തോളൂ, കുഴപ്പമില്ല. ഏതാണ് ആദ്യം ചെയ്തത് അത് കുഴപ്പമില്ല, അടുത്തത് ഇനി ചെയ്തോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരുപാട് ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസിലുള്ള ഫവായിദ് കമാലു നുസ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിർസിഹി അല തഅലീമി ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ നിന്നുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തഖ്ദീമുസ്സാഇലി ഉദ്റഹു ഇദാ ഖാലഫൽ മശ്റൂ, ശരിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിന് തെറ്റിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന ആൾ എന്ത് ചെയ്യണം, ചോദ്യകർത്താവ് ആ ഉദ്ർ മുമ്പ് പറയാം. അതായത് ഇവിടെ എല്ലാ സ്വഹാബികളും അത് പറയുന്നുണ്ട്. ലം അഷ്ഊർ എന്ന് പറഞ്ഞാണ്, ഞാൻ അറിയാതെയാണ് അല്ലെങ്കിൽ മറന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ഫായിദായിട്ട് പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ർ ആമുഖം പറയുക എന്നുള്ളത് ഒരു മര്യാദയാണ് എന്നുള്ള നിലക്ക്. മൂന്നാമത്തേത് അന്നൽ അഫ്ളല തർത്തീബു ശആഇരിൽ ഹജ്ജി യൗമൽ ഈദി അലൻ നഹ്വി താലി. ഏറ്റവും അഫ്ളൽ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നമ്മൾ ഹജ്ജിൻ്റെ ദിവസം, അതായത് ദുൽഹിജ്ജ 10 ചെയ്യലാണ്. അഥവാ അർറമിയു, ആദ്യം കല്ലെറിയൽ, സുമ്മൽ നഹർ അറവ് നടത്തൽ, സുമ്മൽ ഹൽ തലമുണ്ടനം ചെയ്യൽ, സുമ്മൽ ഇഫാള, പിന്നീട് എന്ത് ചെയ്യുക, ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുക, തവാഫിനെ തുടർന്ന് സഅയും. ഇതാണ് അതിൻ്റെ തർത്തീബ്. 4 അന്ന മുഖാലഫത ഹാദ തർത്തീബി ലാ ഹറജ ഫീ. ഈ തർത്തീബിന് തെറ്റായി എതിരായി ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കുക. ഹജ്ജുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു എളുപ്പമാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ഫായിദ സുഹൂലത്തു ശരീഅത്തുൽ ഇസ്ലാമിയ്യ. ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ എളുപ്പം. ദീനുൽ ഇസ്ലാമിൽ മനുഷ്യർക്ക് എളുപ്പം ഉണ്ടാക്കുന്ന നിയമങ്ങളാണുള്ളത്. ഇതിലേത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എല്ലാം എളുപ്പമുള്ള നിയമങ്ങൾ മാത്രമേ ദീനുൽ ഇസ്ലാമിലുള്ളൂ. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്നതായ നിയമങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദീനിലുള്ള മുഴുവൻ കാര്യങ്ങളും എളുപ്പമാണ് എന്ന് ഒരാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും പ്രയാസം തോന്നുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ അവൻ അത് ഉൾക്കൊള്ളാത്തതോ അല്ലെങ്കിൽ കൃത്യമായി പഠിക്കാത്തതോ കൊണ്ട് മാത്രമാണ്. അതല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന അമലുകളൊന്നും കാണാൻ സാധിക്കില്ല. എല്ലാം എളുപ്പമാണ് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള അമലുകൾ. ആറാമതൊരു ഫായിദ മശ്റൂഇയ്യത്തു വുഖൂഫിൽ ആലിം ഇൻദൽ അമാകിനിൽ ആമ്മ ലിഇഫ്താഇ നാസി വ തഅലീമിഹിം. പൊതുവായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഫത്വ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നും അത് ചെയ്തു പോരുന്ന കാര്യമാണ്. സൗദി അറേബ്യയിലൊക്കെ ഇങ്ങനെയുള്ള ഖൈമകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഹജ്ജുമായി ബന്ധപ്പെട്ട ഫത്വകൾ നൽകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചിട്ടുണ്ട്. കാരണം ഹജ്ജിന് വ്യത്യസ്ത നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരും. അവർക്ക് പല വിഷയങ്ങളും അറിയാത്തതുണ്ടാകും. ഹജ്ജിൻ്റെ വിഷയങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ അതുപോലെ മറ്റ് പല മസ്അലകളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള മസ്അലകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, ഫത്വ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആലിമീങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാം, പൊതുവായ സ്ഥലങ്ങൾക്ക് നിന്ന് ഫത്വ പറയാം എന്നുള്ളതിന് തെളിവ് ഇത് പറയാം. ആറാമത്തെ ഹദീസ് അൻ അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് അൻ-നഖഈ അന്നഹു ഹജ്ജ മഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു فرآه يرمي الجمرة الكبرى ب7 حصيات فجعل البيت عن يساره ومنى عن يمينه ثم قال هذا مقام الذي أنزلت عليه سورة البقرة. അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് അൻ-നഖഈ, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ റിവായത്ത് ചെയ്യുകയാണ്.
അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ 6ാമത് കടന്നു വന്ന വളരെയധികം ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. അദ്ദേഹം 2 ഹിജ്റ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ അബ്സീനയിലേക്കുള്ള ഹിജ്റയും പിന്നീട് മദീനയിലേക്കുള്ള ഹിജ്റയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നക ലഗുലാമുൻ മുഅല്ലം, നീ നല്ല പഠിച്ച കുട്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മൻ സറഹു അൻ യഖ്റഅ അൽ ഖുർആന ഗല്ലൻ കമാ നസൽ ഫല്യഖ്റഅഹു ബിഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്. അഥവാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതുപോലെ ആരെങ്കിലുമൊക്കെ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് ഓതി പഠിച്ചുകൊള്ളട്ടെ. അദ്ദേഹം അത്രയും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബദറും അതുപോലെയുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരുപാട് ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഖാദിയായി തുടരുന്നതിന് വേണ്ടിയിട്ടും. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വിളിക്കുകയും അങ്ങനെ അദ്ദേഹം ഹിജ്റ 32 അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ബഖയിലാണ് അദ്ദേഹത്തെ മറമാടിയത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുമാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം പറയാണ്, ഫറആഹു യർമി അൽ ജംറ അൽ കുബ്ര ബിസബി ഹസയാത്ത്, അതായത് ജംറത്തുൽ അഖബയിലേക്ക്, ജംറത്തുൽ കുബ്രയിലേക്ക് ആ ദിവസം അദ്ദേഹം എറിയുന്നതായി കണ്ടു. 7 കല്ലുകളാണ് എറിഞ്ഞിട്ടുള്ളത്. ഫജഅല അൽ ബൈത അൻ യസാരി, അദ്ദേഹം ബൈത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബയെ ഇടതുഭാഗത്തേക്കാക്കിക്കൊണ്ടും അതുപോലെ വമിന അൻ യമീൻ, മിനയെ വലതുഭാഗത്തേക്കാക്കിക്കൊണ്ടുമാണ് എന്ത് ചെയ്തത്? ജംറത്തുൽ അഖബയെ അഭിമുഖീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് കല്ലെറിഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറിൻ്റെ സുന്നത്ത്. അവിടെ നിൽക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഹാദാ മഖാമുല്ലദി ഉൻസിലത് അലൈഹി സൂറത്തുൽ ബഖറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സ്ഥലവും ഇതായിരുന്നു എന്നാണ്. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മസലകളൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ടതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളത് കൂടി അദ്ദേഹം, മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ ഉള്ളത്. അതേ ഹദീസുള്ള ഫവായിദ് അന്നൽ മശ്റൂഅ ഫീ റമി ജംറത്തുൽ അഖബ അൻ യസ്തഖ്ബിലഹ ഇൻദ റമി, എറിയുന്ന സമയത്ത് ജംറത്തുൽ അഖബയെ നമ്മൾ അതിനെ മുന്നിടുക എന്നുള്ളതാണ് മശ്റൂ ആയിട്ടുള്ളത്. വയജ്അൽ അൽ കഅബ അൻ യസാരി, അപ്പോൾ കഅബ നമ്മളെ ഇടതുഭാഗത്തായിട്ടും വമിന അൻ യമീൻ, മീന നമ്മുടെ വലതുഭാഗത്തായിട്ടുമുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ എറിയേണ്ടത്. അതാണ് അതിൻ്റെ സുന്നത്തായ രീതി. അപ്പോൾ എന്തെങ്കിലും തിരക്ക് കാരണം ഒരാൾക്ക് ആ സുന്നത്ത് പാലിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾ ഏറ് ശരിയാവാതില്ല, ഏറ് ശരിയാകുന്നതാണ്. ഇതാണ് അതിൻ്റെ സുന്നത്തായ രീതി എന്നാണ് പറയുന്നത്. അന്ന അദദ ഹസൽ ജിമാരി സബ്ഉൻ, 7 കല്ലുകളാണ് എറിയേണ്ടത്. 7 കല്ലുകളാണ് എറിയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ രൂപം പറയുമ്പോൾ 7 കല്ലുകളാണ്. 3 അന്നൽ ഖുർആന കലാമുല്ലാഹി മുൻസലുൻ ഗൈറു മഖ്ലൂഖ്, ഖുർആൻ ഇറങ്ങിയ കാര്യം അതിൽ പറയുന്നുണ്ട്. ഹദീസിൽ സൂറത്തുൽ ബഖറ ഇറങ്ങിയ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമാണ്, അത് മുനസ്സലാണ്, ആകാശത്ത് നിന്ന് ഇറങ്ങിയതാണ്. മുൻസില എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്നും ഇറക്കിയതാണ്. അതിൽ മറ്റൊരു ഫായതയുണ്ട്, സുബൂത്തു ഉലുവില്ലാഹി തആല ബിദാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത് എന്നുള്ളതും ഖുർആൻ ഇറങ്ങി എന്ന് പറയാം. കാരണം അല്ലാഹു മുകളിലായതുകൊണ്ടാണ്, അല്ലാഹുവിൻ്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്താണ്, ആകാശത്തിന് മുകളിലാണുള്ളത് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫദ്ൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ അൽ ഹിർസു അലാ മുസാഹബത്തി ദവിൽ ഇൽമി വൽ ഫദ്ലി ഫി സഫറിൽ ഹജ്ജ്, ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മൾ ആരോടൊപ്പമാണ് പോകേണ്ടത്? അറിവുള്ളവരുടെ കൂടെ പോകണം. അതുകൊണ്ടാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ താബിഈയായ യസീദ് അൻ-നഖഈ അദ്ദേഹം പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഏറ്റവും വലിയ ഫെസിലിറ്റിയോ അല്ല ഏറ്റവും വലിയ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നല്ല സുന്നത്തനുസരിച്ച് ആരാണോ ഹജ്ജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പണ്ഡിതന്മാർ ആരാണോ ഉള്ളത്, അവരുടെ കൂടെ ഹജ്ജിന് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കോട്ടയിലൊക്കെ കിട്ടുന്ന സമയത്ത് മിക്കവാറും അവർ ഏൽപ്പിക്കുന്നത് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഖുറാഫികളായ സമസ്തക്കാരായ ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സകലമാന ഖുറാഫത്തുകളും ആദ്യം മുതൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിവിടെ മീഖാത്ത് എയർപോർട്ട് എത്തിയത് മുതൽ അവർ പല കാര്യങ്ങളും പറയും. അവർ പറയുക എന്ന് പറയുന്നത് പ്രധാനമായും സുന്നത്തിനെതിരായിട്ടുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും. ദീനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കിതാബിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തും. അതൊരു വശത്ത്. രണ്ടാമത്തേത് പല രൂപത്തിലുള്ള ബിദ്അത്തുകൾ കൊണ്ടുവരും. ഷിർക്കൻ കാര്യങ്ങൾ പോലും അവർ യാത്രയിലുടനീളം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, മൗലൂദുകൾ, ബസ്സിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്.
ഇങ്ങനെയുള്ള മൗലൂദുകളും റാത്തീബുകളൊക്കെ ചൊല്ലി യാത്ര ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളൊക്കെ ചെയ്യും. സാധുക്കളായ പലർക്കും ഇതെന്താണെന്ന് പോലും മനസ്സിലാകാതെ പല ശിർക്കൻ പ്രാർത്ഥനകൾക്കും ചിലപ്പോൾ ബസ്സിലിരുന്നിട്ടും മുറിയിലിരുന്നിട്ടൊക്കെ ആമീനൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പം അതിൽപ്പെട്ട പലരും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ പറയുന്ന ഷിർക്ക് ചെയ്യുന്നവരോ ദർഗകളിൽ പോകുന്നവരോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഒരു ഉസ്താദാണ്, ഉസ്താദ് എന്നാണ് അറിയുന്നത്. ഇപ്പം ഹജ്ജിന് നമുക്കൊന്നും അറിയില്ല. കാരണം പലരും ഹജ്ജിനൊന്നും പഠിക്കാതെയാണ് പോവുക, ഒന്നും പഠിക്കൂല. ഈ ഉസ്താദ് എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്ന തൗഹീദുള്ള ആളുകൾ പോലും ഉണ്ട്. അത് വലിയ അബദ്ധമാണത്. ഹജ്ജിന് വേണ്ടി നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യണം അതുകൊണ്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. ഹജ്ജ് കൃത്യമായി ബാത്തിലാവാതെ അത് പഠിക്കാം. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഓരോ സുന്നത്തുകളും മനസ്സിലാക്കി സഹീഹായ ഹദീസുകളുടെ പിൻബലത്തിൽ ഓരോ കാര്യത്തിലും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിക്കുക തന്നെ വേണം. ചില ആളുകൾക്ക് അതിന് തീരെ നേരമില്ല. ഹജ്ജ് എന്തോ ഒരു ബാധ്യതയായിട്ട് അങ്ങനെ കഴിക്കണം, അത്രേ ഉള്ളൂ. സ്വീകരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇല്ലാത്തതുപോലെയാണ്. അങ്ങനെയെങ്കിലൊക്കെ ഹജ്ജ് ചെയ്താൽ മതി എന്നാണ്. സഹോദരൻ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി പഠിക്കണം. മാക്സിമം പ്രതിഫലം കിട്ടേണ്ടത്. അല്ലാതെ എങ്ങനെയെങ്കിലും ഹജ്ജിന് സ്വീകരിക്കപ്പെട്ട് എന്നുള്ള തലത്തിലല്ല നമ്മൾ നോക്കേണ്ടത്. പരമാവധി അതിൽ കിട്ടുന്ന എല്ലാ സുന്നത്തുകളും ചെയ്ത് അതിലൊരു ബിദ്അത്തുകളും വരാതെ നമ്മൾ കൃത്യതയായി ചെയ്യാനാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഗവൺമെൻറ് കോട്ടയിലൊക്കെ കിട്ടി ഇത്തരത്തിലുള്ള ആളുകളെ അമീറാക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ ഉണ്ട് എങ്കിൽ സുന്നത്തായ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ വേറെ പഠിക്കാൻ തന്നെ വേണം. ഇവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. ഇതുകൊണ്ട് യാതൊരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഹജ്ജ് പരമാവധി ബാത്തിലാക്കി തരാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം കുറച്ച് തരാനുള്ള പണികൾ മാത്രമേ ഇവരെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ഇവരെ നമ്മൾ നിർബന്ധ അവസ്ഥയിൽ അവരെ കൂടെ പോകുക എന്നുള്ളതല്ലാതെ അവരിൽ നിന്നൊന്നും കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 7-ാമത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ ഖാലു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ് ഖാല അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ ഖാലു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ് ഖാല വൽ മുഖസ്സിരീൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് തലമുണ്ടനം ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ നീ തലമുണ്ടനം ചെയ്ത ആളുകൾക്ക് കരുണ ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയാറുള്ളത് ഹുസൂലുൽ മത്ലൂബും നജാത്തു മിനൽ മർഹൂബുമാണ്. നമുക്ക് എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള കാര്യം അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ. അതുപോലെ എന്തിൽ നിന്നെല്ലാമോ നമ്മൾ ഭയക്കുന്നത് അതെല്ലാം നമ്മളിൽ നിന്ന് അകറ്റണമേ എന്നുള്ളൊരു ദുആയാണ്, മഹത്തരമായ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ ഖിയാമത്ത് നാൾ വരെയുള്ള തലമുണ്ടനം ചെയ്യുന്ന ആളുകൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് അഫ്ളൽ. അത് ഉംറക്കാകട്ടെ ഹജ്ജിനാകട്ടെ തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് അഫ്ളൽ. അവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഒരു ഇസ്തിസ്നാ പറഞ്ഞു. എവിടെയാണത്? അത് തമത്തുവിൻ്റെ രീതി സ്വീകരിക്കുന്നവർ. ഇപ്പോൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആദ്യം ഉംറ ചെയ്യും. ഇപ്പോൾ ഉംറയിൽ തഹല്ലുലാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് തക്സീറാക്കാനാണ്, ഷോർട്ടാക്കാനാണ്. കാരണം ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഹജ്ജ് വരും. ഹജ്ജിൻ്റെ അന്ന് ദുൽഹിജ്ജ 10 നമുക്ക് വീണ്ടും തലമുണ്ടനം ചെയ്യണം. അപ്പോൾ നമ്മൾ ദുൽഖഅദയുടെ അവസാനത്തിലോ അല്ലെങ്കിൽ ദുൽഹിജ്ജയുടെ ആദ്യത്തിലോ ഒക്കെ മക്കത്തെത്തി ഉംറ ചെയ്ത് കഴിഞ്ഞാൽ തലമുണ്ടനം ചെയ്താൽ പിന്നെ നമുക്ക് ചിലപ്പോൾ മുടി ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ മാത്രം എന്ത് ചെയ്യാം, ആ ഒരു സാഹചര്യത്തിൽ മാത്രം തലമുണ്ടനം ചെയ്യാതെ ഷോർട്ടാക്കുക. എന്നിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്യാൻ ബാക്കി വെക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ എപ്പോഴും തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് അഫ്ളലായിട്ടുള്ള കാര്യം. എന്നാൽ അനുവദനീയമാണ് ഒരാൾക്ക് ഷോർട്ടാക്കിയിട്ട് പോകുക എന്നുള്ളതും അനുവദനീയമായ കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ 2 മാസത്തിലേക്ക് ഉംറക്ക് പോകുന്നവരുണ്ടാകും. അപ്പോൾ സ്ഥിരമായി മുണ്ടനം ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരാൾക്കത് ഷോർട്ടാക്കി വെക്കുന്നതിന് തെറ്റില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 2 തവണയും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ എന്നാണ്. അള്ളാഹുവെ തലമുണ്ടനം ചെയ്തവർക്ക് നീ കാരുണ്യം ചൊരിയണമേ എന്നുള്ളത്. കാരണം തലമുണ്ടനം ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. കാരണം നമ്മളൊരു തസല്ലുലാണ്, നമ്മൾ വിനയത്തിൻ്റെയും താഴ്മയുടെയും രൂപം കാണിക്കുകയാണ്. നമ്മൾ വലിയ സീനത്തായി അലങ്കാരമായി കാണുന്ന നമ്മൾ മുടി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ വടിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരാൾ വടിക്കാൻ തയ്യാറാകണം. അപ്പം അവൻ അള്ളാഹു കാരുണ്യം കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിനയാന്വിതമായ ഒരു ഭാവം ഉണ്ടാക്കുന്ന കാര്യമാണ് തലമുണ്ടനം ചെയ്യുക എന്നുള്ളത്. നമുക്ക് കാണാൻ പറ്റും, ഷിർക്ക് ചെയ്യുന്ന ആളുകളും അവരുടെ ഇടങ്ങളിൽ പോയി തലമുണ്ടനം ചെയ്താൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള പളനിയിലും മറ്റുമൊക്കെ പോയി തലമുണ്ടനം ചെയ്യുന്നത് അത് അവരോടുള്ള ആരാധനയാണത്, അത് ഇബാദത്താണത്. അങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ തലമുണ്ടനം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഇബാദത്താണത് എന്ന് മനസ്സിലാക്കുക. അത് ഷിർക്കുമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന മഹത്തരമായ അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്താണ് ഉംറയിലാകട്ടെ ഹജ്ജിനാകട്ടെ നമ്മൾ വളരെ അലങ്കാരത്തോടുകൂടി കൊണ്ടു നടക്കുന്ന നമ്മൾ മുടിയെ മുണ്ടനം ചെയ്യുക എന്നുള്ളത്. അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ
ശ്രദ്ധിക്കേണ്ടത്. ഈ ഹദീസിലുള്ള ഫായിദ കമാലു നുസ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ റഹ്മതിഹി ബി ഉമ്മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള അങ്ങേറ്റത്തെ കാരുണ്യവും അതുപോലെ വ്യക്തമായ അവിടുത്തെ ഗുണകാംക്ഷയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹൈസു ദഅ ലിമൻ ഖാമ ബിൽ ഇബാദത്തി തശ്ജീഅൻ ലഹു വ സിയാദത്തി ഫീ സവാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സഹാബികൾ അമലുകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അത് അവിടുത്തെ വലിയ കാരുണ്യമാണ്, അതുപോലെ തന്നെ അങ്ങേറ്റത്ത് ഗുണകാംക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് നന്നായി അമൽ ചെയ്യാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. 2 അന്നൽ ഹൽഖ വ തഖ്സീറ മിൻ മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ലിഫാഇലൈഹിമ. തഖ്സീർ ഷോട്ടാക്കലും അതുപോലെ ഹൽക്കും മുണ്ടനം ചെയ്യലും ഒക്കെ അത് അമലിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൂട്ടർക്കും വേണ്ടി അവസാനം പ്രാർത്ഥിച്ചു. അന്നൽ ഹൽഖ അഫ്ളലു മിന തഖ്സീർ, എന്നാൽ മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് ഷോട്ടാക്കുന്നതിനേക്കാൾ അഫ്ളൽ. നമ്മൾ താഴെ പറഞ്ഞ ആ സാഹചര്യങ്ങളിൽ ഒഴികെ മുത്തമത്തിയായി നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർ ആദ്യം തന്നെ മുണ്ടനം ചെയ്യാൻ നിൽക്കരുത്, ഷോട്ടാക്കിയിട്ട് പിന്നെയാണ് മുണ്ടനം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുലുഖും ഒക്കെ നമുക്ക് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. 8ാമത്തെ ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഹജജ്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഹജ്ജ് ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് മുമ്പത്തെ വർഷവും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹദീസിൽ ബാബുൽ ഹദിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിമൃഗത്തെ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം വിടുന്നുണ്ട്. ഹിജ്റ 9 എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയും പോയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബലിമൃഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, മക്കത്ത് പോയി അറവ് നടത്താൻ വേണ്ടി മദീനയിൽ നിന്ന് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ വിട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ്. ഈ വർഷം ഹിജ്റ 10ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ട്. അതാണ് പറയുന്നത് ഹജജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഹജ്ജ് ചെയ്തു. ഫഅഫദ്നാ യൗമൻ നഹർ. അങ്ങനെ യൗമുൻ നഹറിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തവാഫുൽ ഹജ്ജ്, അതാണ് അഫദ്ന, തവാഫുൽ ഇഫാദയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മക്കത്തേക്ക് പോയിട്ട് തവാഫുൽ ഇഫാദൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ദുൽഹിജ്ജ 10 യൗമുൻ നഹറിന് ചെയ്തിട്ടുണ്ട്. ഫഹാലത്ത് സഫിയ, ശേഷം സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയാണ്, അവിടുന്ന് അവർക്ക് ഹൈലുണ്ടായി. ഫഅറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ മാ യുരീദു റജുലു മിൻ അഹ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യത്തിനു വേണ്ടി അവരുടെ അടുക്കിലേക്ക് സമീപിക്കാൻ ഒരുങ്ങി. ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹ ഹൈൽ, അല്ലാഹുവിൻ്റെ റസൂലെ അവർക്ക് ഹൈലുണ്ട്, അതായത് അവരുടെ അടുക്ക് താങ്കൾക്ക് പോകാൻ പറ്റുകയില്ലല്ലോ എന്നുള്ള നിലക്ക് പറഞ്ഞതാവണം. ഖാല അഹാബിസതുനാഹി, അവൾ നമ്മളെ പിടിച്ചു വെക്കോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു സഫിയ റളിയല്ലാഹു അൻഹ ഹജ്ജിൻ്റെ തവാഫ് ചെയ്തിട്ടില്ല, തവാഫുൽ ഇഫാദ ചെയ്തിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരണ. അപ്പോൾ തവാഫുൽ ഇഫാദ ചെയ്യാതെ ഒരാളുടെ ഹജ്ജ് പൂർത്തിയാവുകയില്ല. അപ്പോൾ ഹൈദുള്ളവരെന്ത് ചെയ്യണം, തവാഫുൽ ഇഫാദ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹൈദ് മാറുന്നത് വരെ അവിടെ കാത്തു നിൽക്കണം. അല്ല, നമ്മൾ ഹദീസിൽ വായിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, നീ തവാഫ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അറഫയിൽ പോകാം, മിനയിൽ പോകാം, മുസ്ദലിഫയിൽ പോകാം, ജംറയിൽ കല്ലെറിയാം. ഇതിനൊന്നും നമുക്ക് വലിയ ശുദ്ധി ബാധകമേ അല്ല. ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഹൈദുള്ളവർക്ക് ബാധകമല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ബാക്കിയൊക്കെ ചെയ്യണം. ഹജ്ജിൻ്റെ തവാഫ് ദുൽഹിജ്ജ 10 തന്നെ ചെയ്യൽ നിർബന്ധമില്ല. അത് ഹൈദ് മാറിയിട്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് ദുൽഹിജ്ജ 9 ഹൈദ് തുടങ്ങിയിട്ട് 16 17 മാറുന്നുള്ളൂ എങ്കിൽ അതുവരെ അവിടെ മക്കത്ത് കാത്തു നിന്നിട്ട് എന്ത് ചെയ്യണം, അതുവരെ അവർ തഹല്ലുലായിട്ടില്ല, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊന്നും അവിടെ പറ്റുകയില്ല. അവരെന്ത് ചെയ്യണം, അതുവരെ കാത്തു നിന്നിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് തവാഫുൽ ഇഫാദ ചെയ്യേണ്ടത്, ഹജ്ജിൻ്റെ തവാഫ് ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു സഫിയ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടില്ല, തവാഫുൽ ഇഫാദ ചെയ്തിട്ടില്ല. ഒരുപാട് ഫായിദ വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായിട്ടൊന്നും അറിയുന്നില്ല. തൻ്റെ ഭാര്യ തവാഫ് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും അവിടത്തേക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അഹാബിസതുനാഹി, നമ്മളെ യാത്ര ഇപ്പോൾ ഇവള് പിടിച്ചു വെക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവള് കാരണം എല്ലാവരും ഒരുമിച്ച് വന്നതല്ലേ, അപ്പോൾ ഒരു ഭാര്യ അവിടെ ആക്കി പോകാൻ പറ്റൂല, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, കൂടെയുള്ള മറ്റു ഭാര്യമാരുണ്ടായിരിക്കാം, യാ റസൂലല്ലാഹ് ഇന്നഹ ഖദ് അഫാലത് യൗമൻ നഹർ, അള്ളാഹുവിൻ്റെ റസൂൽ അവർ യൗമുൻ നഹറിൽ തന്നെ തവാഫുൽ ഇഫാദ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഉഖ്റുജു, നമുക്കെല്ലാവർക്കും പോവാം, പുറപ്പെട്ടോളൂ എന്ന് പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഫീ ലഫ്ളിൻ, ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ വാർത്ത കേട്ടപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹക്ക് ഹൈലുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അഖ്റാ ഹൽഖ അതാഫത് യൗമൻ നഹർ. അഖ്റാ ഹൽഖ എന്ന് പറയുന്നത് അത് ഒരാൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ മറ്റു വാക്കുകളുണ്ട്, തെരിബത്ത് ഉമ്മുക്ക്, തെരിബത്ത് യദ, എൻ്റെ കൈകൾ മണ്ണ് പുരളട്ടെ, ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകട്ടെ എന്നൊക്കെ പോലെയുള്ള അർത്ഥമാണ്. പക്ഷെ അത് ഒരിക്കലും അറബി ഭാഷയിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നതല്ല. അത് ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയുന്നതാണ്, അതങ്ങനെ ഉദ്ദേശിക്കുകയില്ല. മറിച്ച് ആ കാര്യത്തിൻ്റെ ഗൗരവം ഉണർത്തുന്നതിനുണ്ട്. അത് കുടുങ്ങിയല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. അപ്പം ആ രൂപത്തിൽ നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്. പിന്നീട് അത് ഒരു കാര്യത്തിന് നമ്മൾ ഉദ്ദേശിക്കാതെ പറയുന്ന ഒരു വാക്കായിട്ടത് മാറിയിട്ടുണ്ട്. അഖ്റാ ഹൽഖ എന്ന് പറഞ്ഞ ഒരാളൊരു കുടുങ്ങിയോ, നമ്മൾ വലിയ ട്രാപ്പിലായോ, അതായത് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കാത്തുക്കേണ്ടി വരുമല്ലോ, ആ ഒരു വാക്കാണത്. അത്രയേ ഉള്ളൂ. അഖ്റാ ഹൽഖ അതാഫത് യൗമൻ നഹർ. നബി ചോദിച്ചോളൂ യൗമുൻ നഹറിൽ തവാഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നഅം ആളുകൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫൻഫിരി, എന്നാൽ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിട്ടും സഹോദരങ്ങളെ ആ റിവായത്ത് വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ ഇതിൽ നിന്നും എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഹദീസിൻ്റെ വിഷയം? ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹുക്മുൽ ഹൈലി ഖബ്ല തവാഫിൽ വദാ. തവാഫുൽ വദാഇന് മുമ്പ്, അതായത് അവസാനം ഒരു തവാഫുണ്ട്, തവാഫുൽ വദാ, വിട പറയുന്ന തവാഫുണ്ട്. അതിനു മുമ്പ് ഒരാൾക്ക് ഹൈലുണ്ടായാൽ എന്താണ് അതിൻ്റെ വിധി എന്നാണ്. ഇപ്പോൾ തവാഫുൽ വദാ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനം, അടുത്ത ഹദീസിന് ഇത് വരുന്നുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് അവസാനം പുറപ്പെടുമ്പോൾ നമ്മൾ മക്കത്തുനിന്ന് ചെയ്യേണ്ട കാര്യമാണെന്ത്? തവാഫുൽ വദാ എന്ന് പറയുന്ന ഒരു തവാഫ്, അത് ചെയ്യണം. അപ്പോൾ ഹൈലുള്ള ആളുകൾക്ക് അത് ചെയ്യേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ ഒരാൾ തവാഫുൽ ഇഫാദൊക്കെ കഴിഞ്ഞു, അങ്ങനെ ബാക്കിയൊക്കെ കഴിഞ്ഞു, ഹജ്ജ് പൂർത്തിയായി. ഇപ്പം ഹൈല് കഴിയാനിന് 17 ആവും, അല്ലെങ്കിൽ 16 ആവും, അത്രയും കാത്തിക്കണം എന്നില്ല. ഹൈലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തവാഫുൽ വദാ അവർ ചെയ്യേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തവാഫുൽ വദാ വരെ കാത്തിക്കാൻ പറയുന്നില്ല. അപ്പം അതാണ് ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് മനസ്സിലാക്കാം. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ മശ്റൂഇയ്യത്തു ഈഖാഇ തവാഫുൽ ഇഫാദ അഥവാ തവാഫുൽ ഹജ്ജ് യൗമുൻ നഹർ. തവാഫുൽ ഇഫാദ യൗമുൻ നഹറിൽ തന്നെ, അതായത് ദുൽഹിജ്ജ 10 തന്നെ ചെയ്യുക എന്നുള്ളത് മശ്റൂ ആണ്. കാരണം സ്വഹാബികൾ എല്ലാവരും സാധിക്കുന്നതൊക്കെ അതാത് അമലുകൾ അതേ ദിവസം തന്നെ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് പിന്നീട് തിരക്കുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ പറ്റുന്നത് തന്നെയാണ്, പക്ഷെ അത് അന്ന് തന്നെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. 2, അന്ന തവാഫൽ ഇഫാദത്തി ലാ യസ്ഖുതു ബിൽ ഹൈദ്. തവാഫുൽ ഇഫാദ ഹൈദ് ഉണ്ടായാൽ ഒഴിവാകുകയില്ല. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അഹാബിസതുനാഹി, ഇപ്പം നമ്മളെല്ലാവരെയും പിടിച്ചു വെക്കുമോ എന്ന് ചോദിച്ചത്. കാരണം തവാഫുൽ ഇഫാദ കഴിയാതെ പോകാൻ പറ്റൂലല്ലോ. അപ്പം അത് ഹൈദുണ്ടായാലും നിർബന്ധമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? നിർബന്ധമായി അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അന്ന തവാഫൽ ഹായിലി ലാ യസ്ഹ്. ഹൈദുള്ള സ്ത്രീയുടെ തവാഫ് അത് ശരിയാവുകയില്ല. ഹൈദുള്ള സ്ത്രീയുടെ തവാഫ് ശരിയാവുകയില്ല. ചില പണ്ഡിതന്മാരൊക്കെ അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ഇങ്ങനെ ചില വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ മനസ്സിലാക്കുന്നത് വല്ലാഹു അലം അത് ശരിയാവുകയില്ല. കാരണം അതുകൊണ്ടാണ് പ്രത്യേകം അത് ചോദിച്ചത് എന്ന് ഹദീസിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അന്ന തഹല്ലുൽ അസ്സാനി യുസ്തബാഹു ബിഹി ജമീഉ മഹ്ദൂറാത്തിൽ ഇഹ്റാം ഹത്തൽ ജിമാ. അതായത് 2 തഹല്ലുലും കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും അനുവദനീയമാകും, ജിമാ ഉൾപ്പെടെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് പോകാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സുഖൂത്തു തവാഫിൽ വദാഇ അനിൽ ഹായിൽ. ഹായിലുകൾക്ക്, അഥവാ ഹൈലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തവാഫുൽ വദാ ചെയ്യാതെ അവർക്ക് മടങ്ങാവുന്നതാണ്. അതിന് പ്രയാസം വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ഉമ്മമാരിൽ ഒരാളായ സഫിയ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. തഹരീം വത്തൽ ഹായിൽ, ഹൈലുള്ള സ്ത്രീകളെ ബന്ധപ്പെടുക നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. വുജൂബു ഇഅ്ലാമി മൻ അറാദ അൻ യഫ്അല ശൈഅൻ മുഹറമൻ ജാഹിലൻ ബി. ഒരാൾ അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ഹറാമ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ, അറിയാതെ ഒരു ഹറാമ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അവരെ അറിയിക്കാം. ഉദാഹരണത്തിന് ഒരാൾ നോമ്പിൻ്റെ പകൽ പെട്ടെന്ന് റമളാൻ്റെ 1-ാമത്തെ ദിവസമൊക്കെ വെള്ളം കുടിക്കാൻ പോകാൻ നമ്മൾ അറിയിക്കണം, അല്ലേ? അവൻ അള്ളാഹുവാണ് കുടിപ്പിച്ചത്, അവൻ അള്ളാഹുവാണ് ഭക്ഷിപ്പിച്ചത് എന്ന ഹദീസിലുണ്ട്. ഒരാൾ അറിയാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അറിയാതെ ഭക്ഷിച്ചാൽ അങ്ങനെയാണ്. പക്ഷെ കണ്ടാൽ ഒരാൾ എന്ത് ചെയ്യണം? റമളാൻ്റെ പകൽ കഴിക്കൽ ഹറാമാണ്, നമ്മൾ കാണുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തടയുകയും പറയുകയും വേണം എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ സഹോദരങ്ങളെ ഈ ഹദീസിലുമായി ബന്ധപ്പെട്ട് അവസാന ഒരു ഫായിദ അന്നൽ മർഅത ലാ തുസാഫിറു ബിദൂനി മഹ്റം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമില്ലാതെ യാത്ര ചെയ്യരുത്. കാരണം സഫിയ റളിയല്ലാഹു അൻഹയെ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നത്. അതുകൊണ്ടാണ് അവരോട് പ്രത്യേകം പറഞ്ഞത്, അവരങ്ങളെ ഇവിടെ നിർത്തുമോ എന്നുള്ള കാര്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അതാണ് എന്നാണ് പറയുന്നത്. 9-ാമത്തെ ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ
ഉമിറ അന്നാസു അൻ യകൂന ആഖിറു അഹ്ദിഹിം ബിൽ ബൈത്തി ഇല്ല അന്നഹു ഖുഫിഫ അനിൽ മർഅത്തിൽ ഹായൽ. വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്, ഉമിറ അന്നാസു ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ യകൂന ആഖിറു അഹ്ദിഹിം ബിൽ ബൈത്ത് അവരുടെ ബൈത്തിനോടുള്ള അവസാനമായി അവർ പിരിയുന്നത്, അതായത് കാബയുമായി അവരുടെ അവസാനത്തെ അവരുടെ ബന്ധം എന്തായിരിക്കണം, എന്ത് ചെയ്യണം, അത് അവസാന ബന്ധം കാബയോടായിരിക്കണം, അതായത് തവാഫ് ചെയ്യണം എന്ന ഉദ്ദേശം. ഇല്ല അന്നഹു ഖുഫിഫ അനിൽ മർഅത്തിൽ ഹായൽ, എന്നാൽ ഹൈദുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഉമിറന്നാസു എന്ന് പറഞ്ഞത്, ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അൽ ആമിർ മൻഹു, ആരാണ് കൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് കൽപ്പിച്ചു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത് അവസാനമായി നമ്മൾ മക്കയിൽ നിന്നും പിരിയുമ്പോൾ നമ്മൾ അവസാനമായി ചെയ്യേണ്ട കാര്യം അവിടെ തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് ഹൈലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇളവുണ്ട്, അത് അവർ ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 10ാമത്തെ ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഇസ്തഅദന العباس بن عبد المطلب رسول الله صلى الله عليه وسلم أن يبيت بمكة ليالي منى من أجل سقايته فأذن له. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറയാണ്, ഇസ്തഅദന പെർമിഷൻ ചോദിച്ചു, അനുവാദം ചോദിച്ചു, അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരരിൽ ഒരാളായ അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചു? പെർമിഷൻ ചോദിച്ചു. അൻ യബീത ബിമക്ക ലയാലിയ മിന, മിനയിൽ ആളുകൾ നിൽക്കേണ്ട രാവുകളുണ്ടല്ലോ, ദുൽഹിജ്ജ 11, 12, 13 രാവുകളിൽ ആളുകൾ മിനയിലാണ് കിടന്നുറങ്ങുക. അപ്പം ആ ദിവസത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? പെർമിഷൻ ചോദിക്കുകയാണ്. എന്ത് ചെയ്യണം? അദ്ദേഹം മക്കത്ത് തന്നെ അദ്ദേഹത്തിന് കഴിച്ചു കൂട്ടണം. എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം? മിൻ അജ്ലി സിഖായത്തിഹി, അദ്ദേഹം ഹാജിമാർക്ക് നല്ല മധുര പാനീയങ്ങളൊക്കെ നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അവർക്ക് വെള്ളം കൊടുപ്പിക്കലും മറ്റും അവരെ ഖിദ്മത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം മക്കത്ത് തന്നെ നിൽക്കട്ടെ, അദ്ദേഹം ഈ ദിവസങ്ങൾ മിനയിൽ ടെൻറ്റിൽ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പെർമിഷൻ ചോദിച്ചു. ഫഅദിനല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുമതി നൽകി എന്നാണ്. അപ്പം ഇതിൻ്റെ ഹദീസിൻ്റെ വിഷയം ഹുക്മു തർക്കിൽ മബീതി ബിമിന, മിനയിൽ രാത്രി ടെൻറ്റിൽ കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുന്നതിൻ്റെ വിധിയാണ് ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹം എന്താണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സംസമും അതുപോലെ തന്നെ ഉണക്കമുന്തിരി അത് ഉണ്ടാക്കിയിട്ടുള്ള ചില പാനീയങ്ങളൊക്കെ അദ്ദേഹം, അത് ജാഹിലിയ കാലത്ത് തന്നെ ആളുകളൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും അങ്ങനെ ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന അവർക്ക് നല്ല പാനീയങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ഇരുന്നിരുന്നു. അപ്പം അങ്ങനെയുള്ള വലിയൊരു മസ്ലഹത്ത് അവിടെ ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്? അവിടെ അനുമതി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഫായിദയിൽപ്പെട്ടതാണ് സുക്കൂത്തുൽ മബീതി അൻ അഹ്ലി സിഖായ, അങ്ങനെ വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് മിനയിലുള്ള രാത്രി കിടന്നുറങ്ങുക എന്നുള്ള കാര്യം അത് ഒഴിവായി കിട്ടും. വയൽഹഖു ബിഹിം കുല്ലു മൻ ഇസ്തഗല ബിമസ്ലഹത്തിൻ ആമ്മ കരിജാലിൽ മുറു, ഇത് എല്ലാവർക്കും ഈ പോലെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ ബാധകമാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഹജ്ജ് എല്ലാ ദിവസവും 5 ദിവസമൊന്നും ഇവർക്ക് അവിടെ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ മിനയിൽ രാത്രി കിടന്നുറങ്ങുന്നതിൽ ഒഴിവായിട്ട് അവർക്ക് മക്കത്ത് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ, അപ്പം അതുമായി മക്കയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ, ഹറമിലുള്ള ഡ്യൂട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്കതിൽ ഇളവുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വുജൂബു മബീത്തിൽ ഹജ്ജാജ് ബിമിന ലയാലി അയ്യാമ തശ്രീഖ് ഇല്ലാ മൻ തഅജ്ജല ഫയസ്ഖുതു അൻഹുൽ മബീത ഫി സാലിസ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വാജിബുകളിൽപ്പെട്ട ഒരു കാര്യമാണ് മിനയിൽ രാത്രി കഴിച്ചു കൂട്ടുക എന്നുള്ളത്. അത് 11, 12, 13 രാത്രിയിലാണ്. ആരെങ്കിലും 12-ന് പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 13-ന് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവന് പോകാവുന്നതാണ്. ഖുർആനിലെ ആയത്ത് നമ്മൾ പറഞ്ഞതാണ്. അതല്ലാത്തവർക്കത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഹദീസ് عن عبد الله بن عمر رضي الله عنهما قال عن عبد الله بن عمر رضي الله عنهما قال جمع النبي صلى الله عليه وسلم بين المغرب والعشاء بجمع لكل واحدة منهما إقامة ولم يسبح بينهما ولا على إثر واحدة منهما. عبد الله بن عمر رضي الله عنهما പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബും ഇശയും ജംഇൽ വെച്ച് ജംഅ് ചെയ്തു എന്ന് പറഞ്ഞാൽ മഗ്രിബും ഇശയും ഒരുമിച്ച് നിസ്കരിച്ചു എന്നാണ്.
ജംഇൽ വെച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ദലിഫയുടെ മറ്റൊരു പേരാണ് ജംഅ എന്ന് പറയുന്നത്. ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അതിന് മറ്റൊരു പേരുമുണ്ട്. മുസ്ദലിഫയ്ക്ക് ജംഅ എന്ന് പറയുന്ന പേരുമുണ്ട്. മുസ്ദലിഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബും ഇശയും ജംആക്കി നിസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരാൾ മുസ്ദലിഫയിലേക്ക് പോകുന്നത്? അത് അറഫയിൽ നിന്നും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒരാൾ മുസ്ദലിഫയിലേക്ക് പോയി തുടങ്ങുന്നത്. അപ്പം അങ്ങനെ മുസ്ദലിഫയിലേക്ക് പോയാൽ അയാൾ ചെയ്യേണ്ടത് മഗ്രിബും ഇശയും ഒരുമിച്ച് ജംഉ തഖീറാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അഥവാ ഇശാഇൻ്റെ സമയത്ത് മഗ്രിബ് 3 ഇശ 2 നിസ്കരിക്കുക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? ലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ഇഖാമ, രണ്ടിനും ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. രണ്ടിനും ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. വലം യുസബ്ബിഹ് ബൈനഹുമ, ഇതിനിടയിൽ തസ്ബീഹ് നടത്തിയിട്ടില്ല എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്നാണ്. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, കാരണം സുബ്ഹ എന്ന് പറയുന്നത് സുന്നത്ത് നിസ്കാരത്തിന് പറയും. നിസ്കാരത്തിന് അങ്ങനെ ഒരു പേരുണ്ട്. ഒരുപാട് തസ്ബീഹുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് നിസ്കാരത്തിനുള്ളൊരു പേര് അങ്ങനെ സുബ്ഹ എന്ന് പറയാറുണ്ട്. വലം യുസബ്ബിഹ് ബൈനഹുമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തസ്ബീഹ് ചൊല്ലിയിട്ടില്ല എന്നല്ല, മറിച്ച് ഖിലാഫില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതിനിടയിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. വല അല ഇസ്രി വാഹിദത്തിൻ മിൻഹുമ, ഇത് രണ്ടിൻ്റെയും ഇസ്ർ എന്ന് പറഞ്ഞാൽ അഖിബ, അതിൻ്റെ പിന്നിൽ, അതിന് ശേഷവും നിസ്കരിച്ചിട്ടില്ല. ഇടയിൽ എന്ന് പറയുമ്പോൾ മഗ്രിബിൻ്റെ ശേഷം നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വല അല ഇസ്രി വാഹിദത്തിൻ മിൻഹുമ എന്ന് പറഞ്ഞാൽ ഇശാക്ക് ശേഷവും ഒന്നും നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ മഗ്രിബിന് ശേഷവും നിസ്കരിച്ചിട്ടില്ല, ഇശാക്ക് ശേഷവും നിസ്കരിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, യാത്രയിലാകുന്ന സമയത്ത് മഗ്രിബിൻ്റെയും ഇശായുടെയും ഒക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് നിർവഹിച്ചിട്ടുള്ളത്. ആ സുന്നത്ത് നിസ്കാരം വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും അത് ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അവിടെ പറഞ്ഞിട്ടുള്ളത് റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് എന്ന് പറയുന്നത് ദുനിയാവിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ് അറിയിച്ചത്. അത് അവിടുന്ന് യാത്രയിൽ പോലും ഒഴിവാക്കുമായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ മഗ്രിബിന് ശേഷമുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇശാക്ക് ശേഷമുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇശാക്ക് ശേഷമുള്ള വിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടോ? ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിസ്കരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുക. പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയുടെ രാത്രി നിസ്കാരം എന്തായാലും നിർവഹിച്ചിട്ടില്ല. മുസ്ദലിഫയുടെ രാത്രിയിൽ അവിടെ ഉറങ്ങുക എന്നുള്ളതാണ് സുന്നത്ത്. ഫജ്റിന് മുമ്പ് എഴുന്നേറ്റിട്ട് വിത്ർ മാത്രം അന്ന് നിസ്കരിച്ചാൽ മതി. അന്ന് ദീർഘമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നിസ്കരിക്കുന്നത് പോലെയുള്ള രാത്രി നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ദലിഫയിൽ രാത്രിയിലുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. കാരണം അറഫയിൽ നിന്ന് ക്ഷീണിച്ചിട്ടാണ് വരുന്നത്, അപ്പോൾ വിശ്രമം വേണം. പിറ്റേന്ന് ദുൽഹിജ്ജ 10 ഹജ്ജിൻ്റെ ഏറ്റവും വലിയ അമലുകളെല്ലാം നടക്കാൻ പോവുകയാണ്, വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് രാത്രി ഉറക്കമൊഴിക്കേണ്ടതില്ല, നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലുള്ള ദീർഘമായ നിസ്കാരം ഒഴിവാക്കി വിത്ർ മാത്രമാണ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത് റിവായത്ത് ചെയ്യാത്തത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല, അത് അദ്ദേഹം ഇശാക്ക് ശേഷം ഒന്നും നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിൽ ഫായിദയായി പറഞ്ഞതാണ് ലാ യുശ്റഉ ഇഹ്യാഉ ലൈലത്തിൽ മുസ്ദലിഫ ബിസ്സലാത്തിൻ വലാ ദുആ. നമ്മൾ മുസ്ദലിഫയിൽ കഴിയുന്ന രാത്രിയിൽ ദുആ കൊണ്ടോ നിസ്കാരം കൊണ്ടോ ഹയാത്താക്കേണ്ടതില്ല, അത് സുന്നത്തല്ല. അല്ല, ഓരോന്നിനും അതിൻ്റെതായ സുന്നത്തുകളുണ്ട്. രാത്രിയിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഫദ്ലുള്ള കാര്യമാണ്. പക്ഷെ മുസ്ദലിഫയിൽ കഴിയുന്ന രാത്രി അങ്ങനെ ഹയാത്താക്കേണ്ടതില്ല, നിസ്കാരം കൊണ്ടും ആക്കേണ്ടതില്ല, ദുആ കൊണ്ടും ആക്കേണ്ടതില്ല. മറിച്ച് മുസ്ദലിഫയിലെത്തി മഗ്രിബ് ഇശ നിസ്കരിച്ച് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ഭക്ഷണം മറ്റുമൊക്കെ കഴിഞ്ഞാൽ വേഗം കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമുക്ക് നല്ലത്. അതുപോലെ മറ്റൊരു ഫായിദ മശ്റൂഇയത്തു തർക്കി റാത്തിബത്തൈ അൽ മഗ്രിബ് വൽ ഇശാ ഫി സഫർ വകദാലിക റാത്തിബത്തു ദുഹർ അമ്മ റാത്തിബത്തുൽ ഫജ്രി ഫലാ തുത്രക്കു ഹദറൻ വലാ സഫറ. നമ്മൾ പറഞ്ഞതാണ് മഗ്രിബിൻ്റെ ഇശയുടെയും റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കൽ യാത്രയിൽ സുന്നത്താണ്. അതുപോലെ ലുഹറിൻ്റേതും അങ്ങനെ തന്നെ. അസറിന് ഏതായാലും റവാത്തിബ് സുന്നത്തില്ല. എന്നാൽ ഫജ്റിൻ്റെത് ഫലാ തുത്രക്കു ഹദറൻ വലാ സഫറ, യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ അത് ഒഴിവാക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മശ്റൂഇയത്തുൽ ഇഖാമ ലിക്കുല്ലി സലാത്തി മിനൽ മജ്മുഅത്തൈൻ, നമ്മൾ ജമാക്കുന്ന സമയത്ത് 2 നിസ്കാരത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഇഖാമത്ത് കൊടുക്കണം. ഇപ്പം മഗ്രിബ് നിസ്കരിച്ച് ഇശ ഉടനെ തന്നെ ഒരാൾ ജമാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇശായുടെ ഇഖാമത്ത് അയാൾ കൊടുക്കണം, ബാങ്ക് വിളിക്കേണ്ടതില്ല, ഇഖാമത്ത് കൊടുക്കണം. ലുഹർ അസറൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ ലുഹറിന് ബാങ്ക് കേൾക്കാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ ഇന്നൊരു സ്ഥലത്താണ് നമ്മൾ ആദ്യം ബാങ്ക് വിളിക്കണം, പിന്നെ
ഇഖാമത്ത് വിളിച്ചിട്ട് ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് വിളിച്ചിട്ട് അസർ നിസ്കരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസിലുള്ള ഫായിദ. ഇൻഷാ അല്ലാഹ് അതിന് ഒരു അധ്യായം കൂടി ഉണ്ട്. ബാബുൽ മുഹ്രിം യഅ്കുലു മിൻ സൈദിൽ ഹലാൽ. വേട്ടയിൽ നിന്നും, ഹലാലായ വേട്ടയിൽ നിന്നും ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് കഴിക്കാൻ അനുവാദമുണ്ടോ എന്നറിയിക്കുന്ന 2 ഹദീസുകളുള്ള ഒരു അധ്യായമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കിതാബുൽ ഹജ്ജിലെ അവസാനത്തെ അധ്യായമാണ്. അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.